600 വർഷങ്ങൾക്ക് മുൻപ് മധ്യ ഏഷ്യയാണ് പ്രദേശം. അവിടെ സ്ഥിതി ചെയ്യുന്ന ഉസ്ബെക്കിസ്ഥാൻ എന്ന രാജ്യം. അവിടെ അതിമനോഹരമായിട്ടുള്ള പ്രാചീനമായിട്ടുള്ള ഒരു നഗരമുണ്ട്. സമർക്കണ്ട് എന്ന പേരിലാണ് ആ പ്രദേശം അറിയപ്പെടുന്നത്. അവിടുത്തെ ചന്തയിലേക്ക് നിങ്ങൾ നോക്കുക. അവിടെ ധാരാളമായിട്ട് എലികൾ ഓടി നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആരും ആ എലികളെ കാര്യമായിട്ട് ഗവനിക്കുന്നില്ല. കാരണം അത് അവിടുത്തെ നിത്യമായിട്ടുള്ള കാഴ്ച മാത്രമാണ്. പക്ഷേ ആ എലികളെ നിങ്ങൾ ഒന്നുകൂടി സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണെങ്കിൽ എലികളുടെ മുകളിലൂടെ പാറിപ്പറക്കുന്ന വലിപ്പം കുറഞ്ഞ ചില ഈച്ചകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏതാണ്ട് 1.5 മില്ലിമീറ്റർ മാത്രമാണ് ആ ഈച്ചകളുടെ വലിപ്പം. അവയെ നമുക്ക് എല്ലായ്പ്പോഴും ഈ കറുത്ത എലികളുടെ മുകളിലായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ രോമങ്ങൾക്കിടയിലാണ് അത് വസിക്കുന്നത്. പരന്ന ഷേപ്പാണ് ആ ഈച്ചയ്ക്കുള്ളത്. പരന്ന ഷേപ്പ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എലിയുടെ പുറത്ത് പറ്റിപ്പിടിച്ചിരിക്കാൻ അതിന് സാധിക്കുന്നതാണ്. ഇപ്രകാരം ധാരാളമായി എലികൾ വസിക്കുന്ന ഒരു മാർക്കറ്റാണ് സമർക്കണ്ടിലെ ഈ മാർക്കറ്റ്. ഇതേ സമയം മറ്റൊരു പ്രദേശത്ത് ചൈനയിലെ ക്സിയാൻ എന്ന് പറയുന്ന പട്ടണത്തിൽ ഒരു സംഘം യാത്ര പുറപ്പെടുകയാണ്. കച്ചവടക്കാരാണ്. അവരുടെ പക്കൽ ധാരാളമായിട്ടും ഒട്ടകങ്ങളുണ്ട്, കുതിരകളുണ്ട്. ആ ഒട്ടകങ്ങളെയും കുതിരകളെയും ഒക്കെ ആയി അവർ വലിയൊരു യാത്രയ്ക്ക് പുറപ്പെടുകയാണ്. അവർക്ക് വിൽക്കാനായിട്ട് കുറേയധികം സാധനങ്ങളുണ്ട്. പ്രധാനമായിട്ടും സിൽക്ക് തുണിയാണ് വിൽക്കാനുള്ളത്. അതിനു പുറമെ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള വളരെ വിലപിടിപ്പുള്ള പ്രത്യേക തരത്തിലുള്ള കല്ലുകളും അവരുടെ പക്കലുണ്ട്. അവരുടെ യാത്ര സിൽക്ക് റൂട്ടിലൂടെയാണ്. ഈ സിയാൻ എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്ന് തുടങ്ങി അങ്ങ് തുർക്കി വരെ നീണ്ടു കിടക്കുന്ന വലിയ ഒരു റൂട്ടാണ്. അങ്ങനെ ദിവസങ്ങൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ അവർ സമർക്കണ്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. തുടർന്നുള്ള 2 ദിവസങ്ങൾ അവർ അവിടെയാണ് ചിലവഴിക്കുന്നത്. അവിടെ അവർക്ക് ധാരാളമായിട്ട് സിൽക്ക് തുണികൾ വിൽക്കാനുണ്ടായിരുന്നു. അതിനു പുറമെ അവിടെ നിന്നും സുഗന്ധവ്യഞ്ജനങ്ങൾ അവർക്ക് വാങ്ങിക്കാനും ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള വിൽപ്പനകളും വിലപേശലുകളുമൊക്കെ അവിടെ അരങ്ങേറുകയാണ്. വില ഉറപ്പിച്ചതിന് ശേഷം സുഗന്ധവ്യഞ്ജനങ്ങളുടെ പെട്ടി അവർ ആ ചന്തയിൽ നിന്നും അവരുടെ കാർട്ടിലേക്ക് എടുത്തു വെച്ചു. ആ പെട്ടിക്കിടയിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. അതിനു പുറമെ ധാരാളമായി എലികൾ ഉണ്ടായിരുന്നു. ആ എലികളുടെ പുറത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന വളരെയധികം വലിപ്പം കുറഞ്ഞിട്ടുള്ള ചില പ്രാണികൾ അല്ലെങ്കിൽ ഈച്ചകളും ഉണ്ടായിരുന്നു. കാര്യമായിട്ട് അവരും ഈ ഈച്ചകളെയും എലികളെയും ഗവനിക്കുന്നു പോലുമില്ല. കുറച്ച് പേരൊക്കെ അതിനെ തട്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എലികൾ പോകുന്നുണ്ടോ? അവർ അവിടെ തന്നെ തുടരുകയാണ് ചെയ്യുന്നത്. അതൊന്നും അവർ കാര്യമാക്കുന്നില്ല. കാരണം അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പെട്ടികളല്ലല്ലോ. ഈ പെട്ടിയിൽ അടങ്ങിയിരിക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ അവർക്ക് മറ്റൊരു രാജ്യത്ത് വിൽക്കാനുള്ളതാണ്. ആ യാത്രാസംഘം അവിടെ 2 ദിവസം താമസിച്ചതിന് ശേഷം വീണ്ടും യാത്ര പുറപ്പെടുകയാണ്. അടുത്ത ദിവസങ്ങളിലായി അവർ എത്തിച്ചേരാൻ പോകുന്ന സ്ഥലങ്ങൾ ബാഗ്ദാദ്, ദമാസ്കസ്, തുർക്കി തുടങ്ങിയ പ്രദേശങ്ങളിലാണ്. ഓരോ പ്രദേശങ്ങളിലും എത്തിച്ചേർന്ന് അവർ അവരുടെ പക്കലുള്ള വസ്തുക്കൾ വിൽക്കാൻ തുടങ്ങി. സുഗന്ധവ്യഞ്ജനങ്ങൾ വിൽക്കുന്നുണ്ട്, പ്രഷ്യസ് ആയിട്ടുള്ള കല്ലുകൾ വിൽക്കുന്നുണ്ട്. അതിനു പുറമെ സിൽക്ക് തുണികൾ അവർ ധാരാളമായിട്ട് വിൽക്കുന്നുണ്ട്. ചിലതൊക്കെ അവർ വാങ്ങിക്കുന്നുമുണ്ട്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ചെന്ന് അവർ വ്യാപാരം നടത്തുകയാണ്. ഈ വ്യാപാരം നടത്തുന്ന കേന്ദ്രങ്ങളിൽ നിന്നും നോർത്ത് ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും വന്നു ചേർന്ന വ്യാപാരികൾ സുഗന്ധവ്യഞ്ജനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അതേ സുഗന്ധവ്യഞ്ജനങ്ങൾ അടങ്ങിയിരിക്കുന്ന പെട്ടിക്കുള്ളിൽ അങ്ങ് സമർക്കണ്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള എലിയും അടങ്ങിയിട്ടുണ്ടായിരുന്നു. യാത്ര പിന്നെയും തുടർന്ന് ഒടുവിൽ അവർ തുർക്കിയിൽ എത്തിച്ചേർന്നു. തുർക്കി വരെയാണ് ഈ യാത്ര നീണ്ടു നിൽക്കുക. തുർക്കിയിൽ അവരെയും കാത്ത് റോമക്കാരുണ്ടായിരുന്നു, റോമൻ കച്ചവടക്കാരുണ്ടായിരുന്നു. അവിടെ നിന്നും ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ റോമക്കാർ വാങ്ങിക്കുകയാണ്. തുർക്കി ആ കാലഘട്ടത്തിൽ റോമക്കാരുടെ അധീനതയിലുള്ള ഒരു പ്രദേശമാണ്. അവർ അവിടെ നിന്നും അത് കയറ്റുമതി ചെയ്യുകയാണ്, അവരുടെ തന്നെ ചില പ്രവിശ്യകളിലേക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും. അങ്ങനെയാണ് ഈ പെട്ടി യൂറോപ്പിൽ എത്തിച്ചേരുന്നത്. ആ പെട്ടി അടങ്ങിയ കപ്പൽ ആ കാണുന്ന കരയിലേക്ക് അടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാം. യൂറോപ്പാണ്. യൂറോപ്പിൽ അവിടെ ആ പെട്ടിയും കാത്ത് നിരവധി വ്യാപാരികളുണ്ട്. ആ വ്യാപാരികളുടെ ജോലിക്കാരുണ്ട്. പെട്ടി അടങ്ങിയ കപ്പൽ കരയ്ക്കടുത്തപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന വ്യാപാരികളുടെ ജോലിക്കാർ ആ കപ്പലിൻ്റെ ഉള്ളിലേക്ക് ഇരച്ചു കയറുകയാണ്. അവിടെ നിന്നും അവർ പെട്ടികൾ കളക്ട് ചെയ്ത് വെളിയിലേക്ക് കൊണ്ടുവരികയാണ്. അതിനിടയിൽ ആ പെട്ടിക്കുള്ളിലുണ്ടായിരുന്ന എലികൾ അവരുടെ ദേഹത്തേക്ക് ചാടുന്നുണ്ട്. ഇത് അവർക്ക് ഒരു പുത്തരിയായിട്ടുള്ള കാര്യമല്ല. എലിയെ തട്ടി മാറ്റി അവർ മുന്നിലേക്ക് പോവുകയാണ്. പക്ഷേ ഇത്തവണ അവരുടെ ദേഹത്തേക്ക് പറ്റിപ്പിടിച്ച് കയറിയിരിക്കുന്ന എലികളുടെ മുകളിൽ മറ്റ് ചില അതിഥികൾ കൂടി ഉണ്ടായിരുന്നു. അവർക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത
വളരെയധികം വലിപ്പം കുറഞ്ഞ ഈച്ചകളായിട്ടുള്ള അതിഥികൾ. ആ അതിഥികൾ അവരുടെ ദേഹത്ത് തന്നെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. എലികളോടൊപ്പം ആ ഈച്ചകൾ യാത്ര ചെയ്തില്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ, തുടർന്നുള്ള മാസങ്ങളിൽ അവരുടെ ഉള്ളിലാണ് ആ ഈച്ചയുടെ സഹവാസം. അന്ന് പെട്ടികൾ വെളിയിലേക്ക് ഇറക്കിയ ഒരു ജോലിക്കാരന് അടുത്ത ദിവസവും ജോലിക്ക് പോകാൻ സാധ്യമായില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിനൊക്കെ നല്ല വേദനയുണ്ടായിരുന്നു. കൂടാതെ നന്നായി പനിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞത്, ഇന്ന് പണിക്ക് പോകണ്ട, 2 ദിവസം കഴിയട്ടെ, അസുഖമൊക്കെ മാറിയതിന് ശേഷം മാത്രം പണിക്ക് പോയാൽ മതി. അദ്ദേഹം ആ ദിവസം അവിടെ വിശ്രമിക്കുകയാണ്. അടുത്ത ദിവസമായപ്പോഴേക്കും പനി കലശലായി. 2 ദിവസം കഴിയുമ്പോൾ പനി മാറുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. 3-ാമത്തെ ദിവസത്തിനായിട്ട് അവർ കാത്തിരിക്കുകയാണ്. കാരണം പണിക്ക് പോയില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. 3-ാമത്തെ ദിവസം പനി മൂർച്ഛിച്ചു എന്ന് മാത്രമല്ല, അവരുടെ കക്ഷത്തിൻ്റെ കീഴിൽ എന്തോ ഭാരമേറിയ ഒരു വസ്തു ഇരിക്കുന്ന പ്രതീതിയാണ് അവർക്ക് തോന്നിയത്. ഭാര്യ ഭർത്താവിൻ്റെ കൈ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചു. അവിടെ കണ്ട കാഴ്ച അവർക്ക് ദഹിക്കാൻ സാധിക്കുന്നതിനും അപ്പുറമായിരുന്നു. വളരെയധികം വലിപ്പത്തിലുള്ള ഒരു വലിയ മുഴ അവിടെ അടങ്ങിയിരിക്കുന്നു. ആ മുഴയാണ് അദ്ദേഹത്തിന് വലിയ ഭാരമായിട്ട് തോന്നിയത്. ആ മുഴയുള്ള ഭാഗത്ത് അതികഠിനമായിട്ടുള്ള വേദനയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് പനിയുടെ ഒരു ഭാഗമായിരിക്കുമെന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് 1-2 ദിവസങ്ങൾ കൂടി വിശ്രമിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. പനി പൂർണ്ണമായിട്ടും മാറുമ്പോൾ ആ മുഴയും ചൊക്കിപ്പോകുമെന്ന് അവർ ചിന്തിച്ചു. 2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞിട്ടും പനിക്ക് മാറ്റമൊന്നുമില്ല. മുഴയും അതുപോലെ തന്നെ നിൽക്കുകയാണ്. മുഴയുള്ള ഭാഗത്തും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുമൊക്കെ കലശലായ വേദന തന്നെയാണുള്ളത്. ഇതിനെല്ലാം പുറമെ തൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും ഇതേ പനി തന്നെ ഉണ്ടായിരിക്കുകയാണ്. ഇത് കാര്യമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നമാണെന്ന് അവർക്ക് ബോധ്യമായി. ഈ കാര്യത്തെക്കുറിച്ച് പറയാനായിട്ട് ഒപ്പം ജോലി ചെയ്യുന്ന മറ്റ് ചില ജീവനക്കാരെ കാണാനായിട്ട് തന്നെ അദ്ദേഹം തീരുമാനിച്ചു. അവരുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അപ്പോഴാണ് അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകുന്നത്. തനിക്ക് സംഭവിച്ചിരിക്കുന്ന അസുഖം തൻ്റെ സുഹൃത്തുക്കൾക്കും ബാധിച്ചിരിക്കുന്നു. ഇത് ഒരു പകർച്ചവ്യാധിയാണ്. എങ്ങനെയാണ് ഈ പകർച്ചവ്യാധി ഉണ്ടായതെന്ന് അവർക്ക് ഒരു ധാരണയുമില്ല. ഭാവിയിൽ വർഷങ്ങൾ കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അത് ഉറപ്പിക്കാൻ സാധ്യമാകുന്നത് ഇതിൻ്റെ സോഴ്സ് എവിടെ നിന്നായിരുന്നുവെന്ന്. അവരെല്ലാവരും തന്നെ തുല്യ ദുഃഖിതരാണ്. തങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇന്നത്തെ കാലഘട്ടമല്ല, പ്രാചീനമായ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലുള്ള ആശുപത്രികളോ ഡോക്ടർമാരോ ഉണ്ടായിരുന്നില്ല. ഡോക്ടർമാരുണ്ടായിരുന്നു, വൈദ്യന്മാരുണ്ടായിരുന്നു, പക്ഷേ അത് ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സകൾ നടത്തുന്ന വൈദ്യന്മാരായിരുന്നില്ല. അടുത്തുണ്ടായിരുന്ന ഒരു വൈദ്യനെ ഇവർ പോയി നേരിട്ട് കാണുകയാണ്. അദ്ദേഹം ചില പച്ചമരുന്നുകളൊക്കെ അവരുടെ ദേഹത്തൊക്കെ പുരട്ടി കൊടുക്കുന്നുണ്ട്, പ്രത്യേകിച്ചും കക്ഷത്തിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഉടൻ തന്നെ ഭേദമാകും എന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. വേദന അതികഠിനമായിട്ട് മാറുകയാണ്. കലശലായ വേദന അവർക്ക് അനുഭവിക്കേണ്ടി വരികയാണ്. അതുകൊണ്ടാണ് ഇത്തവണ അവർ മറ്റൊരു വൈദ്യനെ കാണാനായിട്ട് തീരുമാനിക്കുന്നത്. ആ വൈദ്യൻ കുറച്ചുകൂടെ വിചിത്രമായിട്ടുള്ള ഒരു ചികിത്സയാണ് നടപ്പിലാക്കുന്നത്. ധാരാളമായി അട്ടകളെ അവർ ഉപയോഗിക്കുകയാണ്. രക്തമൂറ്റി കുടിക്കുന്ന ആ അട്ടകളെ പ്രത്യേകിച്ചും കക്ഷത്തൊക്കെ വെച്ച് ധാരാളമായിട്ട് അവിടെ നിന്നും രക്തം ചുരന്ന് കളയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ അതുകൊണ്ടൊന്നും അവർക്ക് ഫലം കണ്ടെത്താൻ സാധ്യമാകുന്നില്ല. ഒടുവിൽ അവർ മറ്റൊരു വൈദ്യനെ പോയി കാണുകയാണ്. അവിടെ കുറച്ചുകൂടെ ക്രൂരമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അക്ഷരാർത്ഥത്തിൽ തന്നെ അവിടെ അദ്ദേഹം ഒരു സർജറി നടത്തുകയാണ്. ആ മുഴയുള്ള ഭാഗം മുറിച്ച് അവിടെ നിന്നും രക്തം കളയുകയാണ്. ക്രൂരമായിട്ടുള്ള ഈ ചികിത്സാ രീതിക്ക് വിധേയനാകണ്ട എന്ന് സ്വയം തീരുമാനിച്ചുകൊണ്ട് ആ ജോലിക്കാരനും സുഹൃത്തും മടങ്ങി അവരുടെ വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. ഇനി ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ ആശ്രയം, അത് ദൈവമാണ്. പിന്നീട് അവർ ദൈവ വഴിയിലൂടെയാണ് അസുഖം മാറ്റാനായിട്ട് ശ്രമിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള ആരാധനകളാണ് അവർ നടത്തുന്നത്. ഒരുപാട് ബലികൾ അവർ നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല. അവർ 2 പേരും മരണമടഞ്ഞു. അവർ 2 പേരും മാത്രമല്ല, യൂറോപ്പിലെ മൊത്തം ജനസംഖ്യയുടെ പകുതിയോളം ആളുകൾ ആ വർഷം മാത്രം മരണമടഞ്ഞു ഇതേ രോഗം കൊണ്ട് തന്നെ. മരിച്ചവരിൽ ഭൂരിഭാഗവും പുരുഷന്മാരായിരുന്നു. അവരായിരുന്നു ആ വീടുകളുടെയൊക്കെ അത്താണി. ആ വീട്ടിലുണ്ടായിരുന്നവരും മരിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരുടെയും കുടുംബക്കാർ മരണമടഞ്ഞിട്ടില്ല. കുറേ പേർ അവശേഷിച്ചിട്ടുണ്ട്. പക്ഷേ അവർ പിന്നെ എങ്ങനെയാണ് ജീവിക്കുക? അവർക്ക് എങ്ങനെ ജീവിതം സാധ്യമാകും? ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് അവരുടെ കുഞ്ഞുങ്ങൾ ജനിച്ചു വീണത്. പക്ഷേ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ പിതാവിനെ അവർക്ക് നഷ്ടമായിരിക്കുകയാണ്. ആ കുടുംബങ്ങളൊക്കെ തന്നെയും അനാഥമായി മാറിയിരിക്കുകയാണ്.
അവരൊക്കെ മരിക്കുകയായിരുന്നു പിന്നീടുള്ള കാലങ്ങളിൽ. ഇത്തരത്തിലുള്ള വൈറസുകളും അണുബാധകളുമൊക്കെ പിന്നീടുള്ള വർഷങ്ങളിലും ഉണ്ടായിട്ടുണ്ട് പല കാലഘട്ടങ്ങളിലായിട്ട്. നമ്മുടെ ഈ അടുത്തുള്ള കാലഘട്ടം പരിശോധിച്ചാൽ പോലും നമുക്ക് അത്തരത്തിലുള്ള വൈറസ് ബാധകൾ കാണാൻ സാധിക്കും. നമ്മുടെ കേരളത്തിൽ തന്നെ കൊറോണ വൈറസിനെക്കുറിച്ചും നിപ്പ വൈറസിനെക്കുറിച്ചും കേട്ടിട്ടില്ലാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല. കൊറോണ കൂടുതൽ ആളുകളിലേക്ക് പടരുന്നതാണ്, എന്നാൽ നിപ്പ അധികം ആളുകളിലേക്ക് പടരുകയില്ല. പക്ഷേ നിപ്പ കാരണം മരിക്കുന്നവരുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. താരതമ്യേന കുറച്ചു പേർ മാത്രമേ കൊറോണ വന്ന് മരിക്കുകയുള്ളൂ. കൊറോണയുടെയും നിപ്പയുടെയും പ്രഹരശേഷി വ്യത്യസ്തമാണ്. വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് മറ്റ് ആളുകളിലേക്ക് അത് എത്തപ്പെടുന്നത്. അതെല്ലാം കൂടെ കൂടിച്ചേരുന്ന പുതിയൊരു വൈറസ് ഉണ്ടായാലോ? അതൊരിക്കലും ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. നമുക്ക് പരിചയമില്ലാത്ത പല വൈറസുകളെയും നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ശാസ്ത്രം പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകളെ കൊല്ലാൻ സാധിക്കുന്ന, കൂടുതൽ ആളുകളിലേക്ക് പെട്ടെന്ന് പടർന്ന് പന്തലിക്കാൻ സാധിക്കുന്ന വൈറസുകൾ ഉണ്ടാവാനുള്ള സാധ്യത തീർച്ചയായിട്ടുമുണ്ട്. വൈറസുകൾ മാത്രമല്ല, ഒരുപാട് രോഗങ്ങൾ മനുഷ്യനുണ്ടാവാം, അപ്രതീക്ഷിതമായിട്ടുണ്ടാകാം. അതൊരു ഹൃദ്രോഗമായിരിക്കാം, ക്യാൻസർ ആയിരിക്കാം, ഇതൊന്നുമല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം കാരണമുള്ള മരണമായിരിക്കാം. നമ്മുടെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി മരണമടയുകയാണെങ്കിൽ അത് നമ്മളെ എത്രമാത്രം വേദനിപ്പിക്കുമെന്ന് വ്യക്തമായിട്ടുള്ള ധാരണ നമുക്കുണ്ട്. നമുക്കെല്ലാവർക്കും അത്തരത്തിലുള്ള വേർപാടുകൾ സഹിക്കേണ്ടി വന്നിട്ടുമുണ്ട്. നമ്മുടെ ചെറിയ പ്രായത്തിലാണ് അത്തരത്തിലുള്ള വേർപാടുകൾ സംഭവിക്കുന്നതെങ്കിലോ? നമ്മുടെയൊക്കെ വീട് നിന്നു പോകുന്നത് പ്രധാനമായിട്ടും 1-2 ആളുകളുടെ സാന്നിധ്യം കാരണമാണ്. സാധാരണഗതിയിൽ ഒരാളാണ്, ചിലപ്പോഴൊക്കെ 2 പേർ ഉണ്ടാവാറുണ്ട്. അവരാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള പണം സമ്പാദിച്ചു തരുന്നത്. അവരുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ആ പണം ഉപയോഗിച്ചിട്ടാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ആ പണം ഉപയോഗിച്ചിട്ടാണ് അവർക്ക് വാങ്ങിക്കാനും ഉണ്ടാക്കാനും ഒക്കെ സാധ്യമാകുന്നത്. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ അവരില്ലാതെയായി മാറിയാലോ? ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ലോണില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ചിലപ്പോൾ നമുക്ക് കുറച്ച് നാളത്തേക്ക് ജോലി ഉണ്ടായിരിക്കുകയില്ല, അല്ലെങ്കിൽ നമുക്കൊരു വീട് പണിയാനായിട്ട് ലോൺ അത്യാവശ്യമായിരിക്കാം. അതുമല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങിക്കാൻ നമുക്ക് ലോൺ തീർച്ചയായിട്ടും വേണ്ടിവരും. അങ്ങനെയുള്ള ഒരു ബാധ്യത അവശേഷിപ്പിച്ചിട്ടായിരിക്കാം അവർ നമ്മളോട് യാത്ര പറഞ്ഞ് പിരിയുന്നത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷനുണ്ട്. ഈ പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ ടേം ഇൻഷുറൻസ് ആണ്. അത് ഒരു തരത്തിലുള്ള ലൈഫ് ഇൻഷുറൻസ് ആണ്. ഒരു നിശ്ചിത കാലം വരെ ആയിരിക്കും അത് നമ്മളെ ഇൻഷുർ ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഒരു 60 വയസ്സ് മുതൽ ഒരു 80 വയസ്സ് വരെയുള്ള കാലയളവ്. ആ കാലയളവിനുള്ളിൽ ഇൻഷുർ ചെയ്തിരിക്കുന്ന വ്യക്തി മരണമടയുകയാണെങ്കിൽ ഡെത്ത് ബെനിഫിറ്റായിട്ട് പണം ലഭ്യമാകുന്നതാണ്. ആ പണം തന്നെ ധാരാളമായിരിക്കും ആ കുടുംബത്തിന് നിലനിന്ന് പോകാൻ. അവരുടെ കടങ്ങൾ തീർക്കാൻ അത് മതിയാകുന്നതാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് അത് മതിയാകുന്നതാണ്. നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതവരെ സഹായിക്കുന്നതാണ്. പക്ഷേ ഇവിടുത്തെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഇൻഷുറൻസ് തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ്. സാധാരണഗതിയിൽ അത്തരത്തിലുള്ള ഒരു ഇൻഷുറൻസ് എടുക്കാനായിട്ട് നമ്മൾ സമീപിക്കുന്നത് ഒരു ഇൻഷുറൻസ് ഏജൻറ്റിനെ ആയിരിക്കും. തീർച്ചയായിട്ടും അവർക്ക് നമ്മൾ ഒരു ക്ലയൻറ്റ് മാത്രമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യേണ്ടതാണ്. അതിനുവേണ്ടി അവർക്ക് പ്രയോജനമുള്ള ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് ആയിരിക്കും നമുക്ക് പറഞ്ഞു തരിക. എന്നാൽ കാലഘട്ടം മാറിയിരിക്കുകയാണ്. ഈ നൂതനമായിട്ടുള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. അതിന് പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് പോളിസി ബാസാർ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നേരിട്ട് പരിശോധിക്കാവുന്നതാണ്. ആ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ സാധിക്കും. 51-ലധികം വരുന്ന ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും ഇൻഷുററിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ഇൻഷുറൻസ് തന്നെ തിരഞ്ഞെടുക്കാം. ഓരോ ഇൻഷുറൻസുകളും പരസ്പരം കമ്പയർ ചെയ്യാൻ സാധിക്കും. ഏതാണ് ഏറ്റവും മികച്ചതെന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. ഇതിൽ ഫിൽറ്ററുണ്ട്. ആ ഫിൽറ്ററിൻ്റെ സഹായത്താൽ ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് ഏത് ഇൻഷുറൻസ് ആണ് ലഭ്യമാകുന്നതെന്ന് മനസ്സിലാക്കാം. അതിനു പുറമെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റുകൾ ലഭ്യമാകുന്നത് ഏത് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോഴാണെന്നും മനസ്സിലാക്കാം. പോളിസി ബാസാറിൽ നിന്നാണ് നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ പരമാവധി 10% വരെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. 600 രൂപയും 700 രൂപയും ഒക്കെ മാസം അടച്ചുകൊണ്ട് തുടങ്ങാൻ സാധിക്കുന്ന ഇൻഷുറൻസുകളുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് 2 കോടി രൂപ വരെയാണ്. പോളിസി എടുക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് സാങ്കേതികപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളെ സഹായിക്കാനായി റിലേഷൻഷിപ്പ് മാനേജർമാരുണ്ട്. അതിനു പുറമെ 24/7 പ്രവർത്തിക്കുന്ന ക്ലെയിം അസിസ്റ്റൻസും നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇത് 14-ാം നൂറ്റാണ്ടല്ല, കാലം ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. 21-ാം നൂറ്റാണ്ടാണ്. നിങ്ങളെ സഹായിക്കാനായി
ടേം ഇൻഷുറൻസ് ഉണ്ട്. 14-ാം നൂറ്റാണ്ടിൽ സംഭവിച്ച ആ അത്യാഹിതം ഇപ്പോഴും സംഭവിച്ചു കൂടായ്മയില്ല. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് രക്ഷയായിട്ട് ടേം ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിന്നും നിങ്ങൾ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ സമാധാനത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് പോകാം. നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളുടെ കുടുംബത്തെ സഹായിക്കാൻ ടേം ഇൻഷുറൻസ് ഉണ്ടായിരിക്കുന്നതാണ്. യൂറോപ്പിലെ ആ പഴയ ചരിത്രത്തിലേക്ക് തന്നെ നമുക്ക് മടങ്ങിപ്പോകാം. അന്നുണ്ടായിരുന്ന എല്ലാ ആളുകളും മരണമടഞ്ഞില്ല. 50% വരുന്ന ആളുകൾ മാത്രമാണ് മരണമടഞ്ഞത്. അതിന് പ്രത്യേകമായിട്ടുള്ള കാരണങ്ങളുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെ മെഡിക്കൽ സയൻസ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുകയില്ല. അത് ഒട്ടും തന്നെ വളർന്നിട്ടുണ്ടായിരുന്നില്ല. പ്രാകൃതമായിട്ടുള്ള ചികിത്സാ രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടൊന്നും അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നില്ല. പിന്നീട് രക്ഷയായിട്ട് എത്തിച്ചേർന്നത് അവരുടെ തന്നെ ചില തീരുമാനങ്ങളായിരുന്നു. ഇത് പകർച്ചവ്യാധിയാണെന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് വ്യക്തമായി. പകർച്ചവ്യാധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചേരാതിരിക്കാനായി ക്വാറൻറ്റൈനിൽ പോകണം. അങ്ങനെ നിരവധി ആളുകൾ ക്വാറൻറ്റൈനിൽ പോകാൻ തുടങ്ങി. അസുഖം ബാധിച്ചവർ ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങി. അതിനു പുറമേ മഞ്ഞുകാലത്തിൻ്റെ ആരംഭം അവരെ ഒരുപാട് സഹായിക്കുകയും ചെയ്തു. ഈ ഈച്ചകൾ ധാരാളമായി ഉണ്ടായിരുന്നത് ഉസ്ബെക്കിസ്ഥാനിലാണ്. ഉസ്ബെക്കിസ്ഥാനിലെ കാലാവസ്ഥയിൽ കഴിഞ്ഞു പോകാൻ സാധിക്കുന്ന തരത്തിലുള്ള ഈച്ചകളാണ് ഇത്. വളരെയധികം തണുപ്പുള്ള പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും മഞ്ഞ് പെയ്യുന്ന പ്രദേശങ്ങളിൽ അവയ്ക്ക് നിലനിൽക്കാൻ സാധിക്കുന്നതല്ല. ഇവിടെ സംഭവിച്ചതും അതുതന്നെയാണ്. യൂറോപ്പിൽ മഞ്ഞു പെയ്യാൻ തുടങ്ങി. അതിനെ തുടർന്ന് ആ ജീവജാലങ്ങൾക്ക്, ആ ഈച്ചകൾക്ക് ജീവിച്ചിരിക്കാൻ സാധ്യമായില്ല. അത് അവിടുത്തെ ജനങ്ങളെ വലിയ രീതിയിൽ തന്നെയാണ് സഹായിച്ചത്. ഉസ്ബെക്കിസ്ഥാനിലും ഏഷ്യയിലും നോർത്ത് ആഫ്രിക്കയിലും ഒന്നും ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറിയിരുന്നില്ല. അതിൻ്റെ കാരണം യൂറോപ്പിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർത്തിരുന്ന പ്രദേശങ്ങൾ യൂറോപ്പിലുള്ള സ്ഥലങ്ങളാണ്. മാത്രമല്ല അവിടെ ധാരാളമായിട്ട് റോഡുകളും പാലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പെട്ടെന്ന് പല സ്ഥലങ്ങളിലേക്ക് പോകാനും വരാനും ഒക്കെ സാധിക്കുമായിരുന്നു. നോർത്ത് ആഫ്രിക്കയിലും ഏഷ്യയിലും ഒന്നും ആ കാലഘട്ടത്തിൽ ഇത് സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകൾക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിൽ നിന്നും ഉണ്ടാകുന്നില്ല. 1353 ബ്ലാക്ക് ഡെത്ത് അവസാനിച്ചു. പക്ഷേ അത് ബ്ലാക്ക് ഡെത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള അവസാനമായിരുന്നില്ല. പിന്നീട് വീണ്ടും പല തരംഗങ്ങൾ ഉണ്ടാവുകയുണ്ടായി. അതിനെ തുടർന്ന് പല ആളുകളും മരണമടഞ്ഞു. പക്ഷേ ഏറ്റവും കൂടുതൽ മരണമടഞ്ഞത് 1353 അവസാനിച്ച ബ്ലാക്ക് ഡെത്തിലൂടെയാണ്. ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മറ്റൊരു പ്ലേഗ് ഗ്രേറ്റ് പ്ലേഗ് ഓഫ് ലണ്ടൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 1666 അത് പ്രധാനമായിട്ടും ലണ്ടൻ പട്ടണത്തെ വ്യാപിച്ചത്. ആ കാലഘട്ടത്തിൽ ഐസക് ന്യൂട്ടൻ ഉണ്ട്. അദ്ദേഹം കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ പഠിക്കുകയാണ്. എല്ലാവരും ക്വാറൻറ്റൈനിൽ പോയതോടുകൂടി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്വാറൻറ്റൈനിൽ പോവുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തലവര തന്നെ മാറ്റുന്നതായിരുന്നു ആ ക്വാറൻറ്റൈൻ. അദ്ദേഹത്തെ ശരിക്കും ഒരു ഗവേഷകനാക്കി മാറ്റിയത് ആ ക്വാറൻറ്റൈൻ ആയിരുന്നു. ഒറ്റയ്ക്കുള്ള ആ വാസത്തിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള പല കണ്ടെത്തലുകളും ഉണ്ടാകുന്നത്. സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം അതിന് വെള്ള നിറമല്ല ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ അതിൽ നിരവധി നിറങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആ നിറങ്ങളെല്ലാം കൂടിച്ചേരുമ്പോഴാണ് അതിന് വെള്ള നിറമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ശരിക്കും വെള്ള എന്ന് പറയുന്നത് ഒരു നിറം പോലുമല്ല, പ്രകാശങ്ങളുടെ ഈ 7 നിറങ്ങളുടെയും ഒരു കൂട്ടായ്മയാണെന്ന് കണ്ടെത്തിയത് ഈ കാലഘട്ടത്തിലായിരുന്നു. ഒപ്റ്റിക്സ് പരമായിട്ടുള്ള ഒരുപാട് വിസ്മയിപ്പിക്കുന്ന കണ്ടെത്തലുകളും അദ്ദേഹത്തിന് ഈ കാലഘട്ടത്തിൽ കണ്ടെത്താൻ സാധ്യമായി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ വളരെ നിർണായകമായി മാറിയിട്ടുള്ള ഏതാനും മാസങ്ങൾ മാത്രമായിരുന്നു ആ ക്വാറൻറ്റൈൻ. ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയിൽ പറഞ്ഞ പോളിസി ബസാറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അത് പരിശോധിക്കുക. എല്ലാവർക്കുമായിട്ട് ഞാൻ ഈ ഒരു ലിങ്ക് റെക്കമെൻഡ് ചെയ്യുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ടേം ഇൻഷുറൻസ് എടുത്തിരിക്കേണ്ടതാണ്. ടേം ഇൻഷുറൻസ് മാത്രമല്ല, പലതരത്തിലുള്ള ഇൻഷുറൻസുകൾ എടുക്കുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നല്ലതായിരിക്കുന്നതാണ്. ഞാനും അത്തരത്തിലുള്ള ഇൻഷുറൻസുകൾ എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അത് പ്രത്യേകമായിട്ടുള്ളൊരു പരിഗണന കൊടുത്ത് എടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതശൈലി അനുസരിച്ച്, നിങ്ങളുടെ വരുമാനം അനുസരിച്ചുള്ള പ്ലാനുകൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരമാണ് ഈ ഒരു വെബ്സൈറ്റ് തുറന്നു തരുന്നത്. അത് കൃത്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറഞ്ഞ പൈസയ്ക്ക് തന്നെ ആരംഭിക്കാൻ സാധിക്കുന്നതാണ്.